ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭയിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രചാരണ രംഗത്ത് സജീവമായി ദേശീയ നേതാക്കൾ. 2027 സെൻസസിന്റെ ആദ്യഘട്ട ഫീൽഡ് പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം. കേരളത്തിൽ SSLC പരീക്ഷാ മൂല്യനിർണ്ണയം ഇന്ന് തുടങ്ങും. ഫലപ്രഖ്യാപനം മെയ് 2 വാരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം ഭേദഗതികളോടെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. ഇതിനായി സർക്കാർ 3 ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കും. ഭരണഘടന 131 ഭേദഗതി ബിൽ 2026, കേന്ദ്രഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ 2026, ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്നിവയാണ് അവതരിപ്പിക്കുക. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്ത് സജീവമാണ്. ഒരു റിപ്പോർട്ട്. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ സേലം ജില്ലയിലാണ് പ്രചാരണം നടത്തിയത്. തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയും പ്രചാരണത്തിൽ സജീവമാണ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമായി. BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത് ഷാ, നിർമ്മല സീതാരാമൻ എന്നിവർ വിവിധ മേഖലകളിൽ പ്രചാരണത്തിനെത്തി. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി വടക്കൻ ദിനാജ്പൂർ ജില്ലയിലെ പൊതുയോഗത്തിലും സിലിഗുരി, ചൽസ എന്നിവിടങ്ങളിലെ റോഡ് ഷോയിലും പങ്കെടുത്തു. 2926 സ്ഥാനാർത്ഥികളാണ് ബംഗാളിൽ മത്സരരംഗത്തുള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2027 സെൻസസിന്റെ ആദ്യഘട്ട ഫീൽഡ് പ്രവർത്തനങ്ങൾ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആരംഭിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിലും ദേശീയ തലസ്ഥാനത്തെ NDMC, ഡൽഹി കന്റോൺമെന്റ് ബോർഡ് പ്രദേശങ്ങളിലും വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും ഇന്ന് ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അടുത്ത മാസം 15 വരെയുള്ള 30 ദിവസമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇന്ത്യ ഓസ്ട്രിയ ഉഭയകക്ഷി സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കറും ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സന്ദർശനം ഇന്ത്യ ഓസ്ട്രിയ ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യുഎസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ഖ്വാത്ര US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രെയിനുമായും കൂടിക്കാഴ്ച നടത്തി. ലോകമെമ്പാടുമുള്ള പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയതായും കൂടിക്കാഴ്ചയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ച നടത്താൻ ഇന്ത്യൻ പ്രതിനിധി സംഘം വൈകാതെ അമേരിക്ക സന്ദർശിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത കയറ്റുമതിയിൽ 4.22% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. ഇതോടെ ഏകദേശം $860 ബില്യൺ നേട്ടമാണ് കൈവരിക്കാനായത്. അതേസമയം ഇറക്കുമതി 6.5% വർദ്ധിച്ച് $979 ബില്യൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴി ഓൺലൈനായോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യൻ പതാക വഹിച്ചുള്ള LPG കപ്പൽ MV ജഗ് വിക്രം ഇന്നലെ ഗുജറാത്തിലെ ദീൻദയാൽ തുറമുഖത്ത് എത്തിച്ചേർന്നു. 20,400 മെട്രിക് ടൺ LPGയുമായാണ് കപ്പലെത്തിയത്. രാജ്യത്തെ ഗാർഹിക പാചകവാതക വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. LPG ബുക്കിംഗ് ഇടവേള നിലവിലെ രീതിയിൽ തുടരുമെന്നും കരിഞ്ചന്തയ്ക്കെതിരായുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായും ശ്രീമതി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ब्लैक मार्केटिंग और होर्डिंग को रोकने के लिए सभी स्तरों पर कार्य किया जा रहा है. सभी स्टेट्स और यूनियन टेरिटरीज में कंट्रोल रूम सेटअप किए जा चुके हैं और डिस्ट्रिक्ट मॉनिटरिंग कमेटी का गठन भी किया जा चुका है. कल लगभग 2100 रेड और सरप्राइज इंस्पेक्शंस की गई हैं. डिस्ट्रीब्यूटर्स पर पेनल्टी इम्पोज की है और लगभग 58 LPG डिस्ट्रीब्यूटर्स को सस्पेंड भी किया है. പടിഞ്ഞാറൻ ഏഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക നാവിക ഉപരോധം കർശനമാക്കി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈനിക നീക്കം തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ഉപരോധമേർപ്പെടുത്തിയ ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലിനും തങ്ങളുടെ പ്രതിരോധം മറികടക്കാൻ സാധിച്ചിട്ടില്ലെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. നിർദ്ദേശങ്ങൾ പാലിച്ച് 9ഓളം കപ്പലുകൾ ഇറാൻ തീരങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോയി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 200ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇതിന് മറുപടിയായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി. അതേസമയം വെടിനിർത്തൽ കാലാവധി നീട്ടാൻ അമേരിക്ക ഔദ്യോഗികമായി ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് തള്ളി. ഒരു ശാശ്വത കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അതേസമയം ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കാറായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. സമാധാന കരാറിൽ ഏർപ്പെടാൻ ടെഹ്റാനിലെ അധികൃതർ സമ്മതിക്കുമെന്നും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ മാസം 30 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക സർവീസുകൾ നടത്തും. മസ്കറ്റ്, ഷാർജ, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. കേരളത്തിൽ SSLC പരീക്ഷാ മൂല്യനിർണ്ണയം ഇന്ന് തുടങ്ങും. മെയ് 2ാം വാരം ഫലം പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഠിനമായ ചൂടിൽ സ്കൂളുകളിലെ പഠനാന്തരീക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ CBSE, ICSE തുടങ്ങി എല്ലാ വിദ്യാലയങ്ങളും നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും മന്ത്രി അറിയിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 93.7% വിജയശതമാനം. ഏറ്റവും ഉയർന്ന വിജയശതമാനം 99.79 രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം, വിജയവാഡ മേഖലകളിലാണ്. പെൺകുട്ടികളുടെ വിജയശതമാനം 94.99%, ആൺകുട്ടികളുടേത് 92.69%. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 87.5% വിദ്യാർത്ഥികളും ജയിച്ചു. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സീസണിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോറായ 146 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. നെയ്റോബിയിൽ ഇന്നലെ നടന്ന ഫിഫ വനിതാ ഫുട്ബോൾ 3ാം സ്ഥാനക്കാർക്കുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ഇന്ത്യ മലാവിയെ 3-2 പരാജയപ്പെടുത്തി. ഇന്ത്യയ്ക്ക് വേണ്ടി അസ്താം ഒറോൺ, അവേക സിംഗ്, പ്രിയദർശിനി സെല്ലദുരൈ എന്നിവർ ഓരോ ഗോൾ വീതം നേടി. ഇന്ത്യയുടെ അണ്ടർ 17 പുരുഷ ഫുട്ബോൾ ടീം നാളെ മുതൽ തായ്ലൻഡിൽ UAEക്കെതിരെ 2 സൌഹൃദ മത്സരങ്ങൾ കളിക്കും. ഇതിനായുള്ള 24-അംഗ ഇന്ത്യൻ ടീം ഇന്നലെ തായ്ലൻഡിലെത്തി. അടുത്ത മാസം ജിദ്ദയിൽ നടക്കുന്ന AFC അണ്ടർ 17 ഏഷ്യൻ കപ്പിൽ ഗ്രൂപ്പ് ഡിയിൽ മെയ് 6-ന് ഇന്ത്യ ഓസ്ട്രേലിയയെയും, മെയ് 10-ന് ഉസ്ബെക്കിസ്ഥാനെയും, മെയ് 13-ന് നോർത്ത് കൊറിയയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭയിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രചാരണ രംഗത്ത് സജീവമായി ദേശീയ നേതാക്കൾ. 2027 സെൻസസിന്റെ ആദ്യഘട്ട ഫീൽഡ് പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം. കേരളത്തിൽ SSLC പരീക്ഷാ മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കും. ഫലപ്രഖ്യാപനം മെയ് 2ാം വാരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.